തൃശൂർ കയ്പമംഗലത്ത് കാറിനുള്ളിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമാണ്. കണ്ണൂർ സ്വദേശികളായ 4 പേരെ പോലീസ് തിരയുകയാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തിയ ശേഷം ഒപ്പമുണ്ടായിരുന്നവർ മുങ്ങുകയായിരുന്നു. ഇറിഡിയം സംബന്ധിച്ച ഇടപാടാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഇതിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ ഒക്കെ വിശദാംശങ്ങൾ ഇതിനോടകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ടെന്ന് കരുതാം അല്ലേ? വിജയകുമാർ, സിനിമയെ വെല്ലുന്ന കൊലപാതക കഥയാണ് ഇപ്പോൾ ഈ കയ്പമംഗലത്ത് നിന്ന് പുറത്തു വരുന്നത്. പ്രതികളെ പോലീസ് ഇതിനോടകം തന്നെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 11:30 കയ്പമംഗലം ഫിഷറി സ്കൂളിന് സമീപത്ത് ഒരു കാറിനകത്ത് ഒരു യുവാവിനെ അപകടത്തിൽ പരിക്കുപറ്റിയ നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഒപ്പമുണ്ടായിരുന്നവർ ഈ ആംബുലൻസിൽ യുവാവിനെ കയറ്റി അയച്ച ശേഷം മുങ്ങുകയും ചെയ്തു. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശിയായിട്ടുള്ള അരുണാണ് ഈ ആംബുലൻസിൽ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് എത്തിയത്. പക്ഷേ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അരുൺ മരിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇതിൽ കൊലപാതകമായിരിക്കാം എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും അത്തരത്തിലുള്ള പരിശോധനകളിലേക്കും കടക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ, അരുണും അതുപോലെ തന്നെ ഈ പ്രതികളായ 4 പേരും തമ്മിൽ ഇറിഡിയം സംബന്ധിച്ച ഒരു പണമിടപാട് നടന്നിരുന്നു. ഇറിഡിയം നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ കൈപ്പറ്റുകയും അതിനുശേഷം ഇത് നൽകാതിരിക്കുകയുമായിരുന്നു. അങ്ങനെ അരുണിനെ പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ നിന്ന് പുതുക്കാട് പോലീസ് സ്റ്റേഷന്റെ ലിമിറ്റിലുള്ള ഒരു റബ്ബർ തോട്ടത്തിലെത്തിച്ച് മർദ്ദിക്കുന്നു. ക്രൂരമായ മർദ്ദനത്തിന് ശേഷം കയ്പമംഗലത്തെ ഒരു വീട്ടിലേക്ക് വീണ്ടും അരുണിനെ മാറ്റുന്നു. അവിടെ വച്ചും ക്രൂരമായ മർദ്ദനം. ഇതോടുകൂടി വലിയ അവശനിലയിലേക്ക് അരുൺ എത്തുന്നു. അങ്ങനെ റോഡിൽ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി കാറിൽ ഈ 4 അംഗ സംഘം അരുണുമായി വന്നു. റോഡിൽ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെടുകയായിരുന്നു. നാട്ടുകാർ ഈ വാഹനത്തിനടുത്തെത്തിയതോടെ അപകടം പറ്റിയെന്നും ആംബുലൻസ് വേണമെന്ന് അഭ്യർത്ഥിച്ചാണ് ഈ വാഹനത്തിൽ കയറ്റി അയക്കുന്നത്. എന്തായാലും ഈ 4 പ്രതികളും കണ്ണൂർ സ്വദേശികളാണ്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്, 4 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങി. ഇറിഡിയം സംബന്ധിച്ച ഇടപാടാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.